നിങ്ങൾ എന്നെ പോലെ ഒരു മിഡിൽ ക്ലാസ്സിൽ നിന്ന് വരുന്നതാണെങ്കിൽ നിങ്ങളുടെ സക്സസിനെ അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നോട്ടുള്ള യാത്രയെ സ്റ്റോപ്പ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. എസ്പെഷ്യലി നിങ്ങൾ നിങ്ങളുടെ 20s ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് വാച്ച് ചെയ്യുക. കാരണം ഞാൻ എന്റെ 30s റിയലൈസ് ചെയ്ത കുറെ കാര്യങ്ങളുണ്ട്. അത് എന്നെ ലാസ്റ്റ് റീസെന്റ് 1 or 2 years ഒരുപാട് എന്റെ ഗ്രോത്തിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മിഡിൽ ക്ലാസ്സിൽ നിൽക്കുന്ന ആളുകൾ സൊസൈറ്റിയുടെ പല കാര്യങ്ങളിലും സ്റ്റക്കായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കി കഴിഞ്ഞാൽ നമ്മളൊരു കോളേജ് കംപ്ലീറ്റ് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു ഗവൺമെന്റ് ജോബ് അല്ലെങ്കിൽ ഒരു 9 to 5 ജോബ്, അതിനുശേഷം മാരേജിന് മുന്നേ 2 മെയിൻ കാര്യങ്ങളുണ്ട്. ഒന്ന് നിങ്ങൾ വീട് വെക്കണം, 2 നിങ്ങൾ കാർ വാങ്ങിയിരിക്കും. അതിനുശേഷം ഏത് ജോബാണോ നിങ്ങൾക്ക് കിട്ടിയത് അതിലൊരു 10-60 വയസ്സ് വരെ ജോലി ചെയ്യുക, റിട്ടയർ ആകുക. ഇതാണ് നമ്മുടെ സൊസൈറ്റി നമ്മളെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ലൂപ്പാണ് നിങ്ങൾ ഫോളോ ചെയ്തെന്ന് വരുന്നുണ്ടെങ്കിൽ നിങ്ങളും മിഡിൽ ക്ലാസ് ആയിരിക്കും, നിങ്ങളുടെ മക്കളും മിഡിൽ ക്ലാസ് ആയിരിക്കും. ഈ ലൂപ്പിൽ നിന്ന് പുറത്തു വരാൻ ഒരിക്കലും സാധിക്കുന്ന കാര്യമല്ല. കാരണം ഞാൻ ഇതേ പാത്ത് ഫോളോ ചെയ്ത് വന്ന ഒരാളാണ്. ബാംഗ്ലൂരിൽ എഞ്ചിനീയറിംഗ് കംപ്ലീറ്റ് ചെയ്തു, നാട്ടിൽ ട്രിവാൻഡ്രത്ത് വർക്ക് ചെയ്തു. അതിനുശേഷം എല്ലാവരുടെ ആഗ്രഹം പോലെ ഗൾഫിൽ പോയി, അവിടെയും 5-6 വർഷം വർക്ക് ചെയ്തു. അപ്പോൾ ഇതിന്റെ എല്ലാം എൻഡ് ഓഫ് ദ ഡേ റിസൾട്ട് നോക്കി കഴിഞ്ഞുമ്പോൾ മാസം കഴിയുമ്പോൾ നമ്മുടെ കയ്യിലുള്ള പൈസ 0. അപ്പോൾ ഇത് മാത്രമല്ല, തിരിച്ച് നാട്ടിൽ വരുമ്പോഴും തിരിച്ചു പോകാനുള്ള ടിക്കറ്റ് 0. അപ്പോൾ എന്തുകൊണ്ടാണ് പൈസ വരുന്നുണ്ട് ഓൾമോസ്റ്റ് 1 lakhിനടുത്ത് സാലറി എല്ലാം ഉണ്ടായിട്ടും ഇതാണ് അവസ്ഥ. അപ്പോൾ എന്താണ് അതിന് മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡ് സെറ്റ് ആണ്. ഒരു മിഡിൽ ക്ലാസ് മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ഓൾവേസ് ഡിപ്പെൻഡ് ഓൺ സ്പെൻഡിങ് മണി. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഒരു 30s അല്ലെങ്കിൽ ഞാൻ തിരിച്ച് നാട്ടിലേക്ക് വരുന്നതിന് മുന്നേ ഞാൻ ഐഡന്റിഫൈ ചെയ്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം. അത് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ബൈ ദ ടൈം ഓഫ് 35 യു ക്യാൻ ബി ഫിനാൻഷ്യൽ ഫ്രീ. ഈ ഫിനാൻസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ മണി എന്ന് പറയുന്നത് നമുക്ക് ഫ്രീ ആയിട്ട് തിങ്ക് ചെയ്യാനും അതേപോലെ ഫ്രീ ആയിട്ട് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അല്ലാണ്ട് പൈസയുടെ പുറകെ പോയി ഒരിക്കലും പൈസ വരില്ല. ദാറ്റ് ഷുഡ് ബി റിയലൈസ്ഡ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് നമുക്ക് ചെയ്യേണ്ടതെന്ന് നോക്കാം. നിങ്ങളൊരു ബോയ്സ് ആണെന്നുണ്ടെങ്കിൽ മെയിൻ ആയിട്ട് ഈ കാര്യം പ്രധാനമായിട്ടും തിങ്ക് ചെയ്യുക. നമ്മുടെ ഒരു ഇനിഷ്യൽ സേവിംഗ് ഉണ്ട്. നമ്മൾ കോളേജ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പുറത്ത് വന്നിട്ട് ഒരു ഏതെങ്കിലും കമ്പനിയിൽ ഒരു 3-4 വർഷം വർക്ക് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന സേവിങ്സ് ഉണ്ട്. അപ്പോൾ ആ സേവിങ്സ് നമ്മൾ മെയിൻ ആയിട്ട് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കൺസിഡർ ചെയ്യുക. മോസ്റ്റ്ലി മിഡിൽ ക്ലാസിനെ സംബന്ധിച്ച് വരുന്ന എന്നെ സംബന്ധിച്ച് ഞാൻ വളരെ ചെയ്ത ഒരുപാട് മിസ്റ്റേക്സിൽ ഒന്നാണ് നമ്മൾ റോങ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ്. നമുക്ക് ജോലി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം ഫോൺ വാങ്ങും, അല്ലെങ്കിൽ നല്ലൊരു ബൈക്ക് വാങ്ങും, അല്ലെങ്കിൽ റോങ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ ഈ പൈസ മൊത്തം ഇൻവെസ്റ്റ് ചെയ്യും, സ്പെൻഡ് ചെയ്യും. അപ്പോൾ അത് സ്പെൻഡ് ചെയ്യുന്ന ഇൻവെസ്റ്റ്മെന്റ് അല്ല. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് പെട്രോൾ അടിക്കാനും ഇറ്റ്സ് കോൾഡ് ലയബിലിറ്റി. അപ്പോൾ അതിൽ നിന്ന് പിന്നെ നമ്മുടെ കയ്യിലിരിക്കുന്ന പൈസ പോയിക്കൊണ്ടിരിക്കും. അതിനുശേഷം നമ്മളൊരു ജോലിയൊക്കെ കിട്ടി ഒന്ന് മാരേജിലേക്ക് വരുന്ന സമയത്തേക്ക് നമ്മൾ ലോൺ എടുത്ത് വീട് വെക്കും. അതും അടുത്ത 10-15 വർഷത്തേക്കായിരിക്കും ഈ ലോൺ വരുന്നത്. അതേപോലെ തന്നെ മാരേജിനും എല്ലാ ആളുകളെയൊക്കെ വിളിച്ച് വളരെ ലക്ഷറീസ് ആയിട്ട് ആളുകളെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ മാരേജ് നടത്തും. എൻഡ് ഓഫ് ദി ഡേ അടുത്ത 10-20 വർഷം നിങ്ങളുടെ കംപ്ലീറ്റ് ഫ്യൂച്ചർ നിങ്ങൾ ലയബിലിറ്റിയിലായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുന്നത്. നിങ്ങളുടെ സാലറി ഓൾറെഡി ഇൻവെസ്റ്റഡ് ഇൻ ലോൺ. നിങ്ങൾക്ക് എത്ര രൂപയാണോ കിട്ടുന്നത് ആ പൈസ മുഴുവൻ ലോണുകളിൽ ഇൻവെസ്റ്റഡ് ആയിരിക്കും. അപ്പോൾ മെയിൻ ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം നിങ്ങളുടെ ഇനിഷ്യൽ സേവിങ്സ്. ആ സേവിങ്സ് കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പഠിക്കുക. അതേപോലെ നിങ്ങളുടെ ഫാമിലിയിലുള്ളവർ പറയും, അതേപോലെ ഫ്രണ്ട്സ് പറയും, എടാ വീട് വാങ്ങ്, കാർ വാങ്ങ്, അല്ലെങ്കിൽ കല്യാണം ഇച്ചിരി ഗ്രാൻഡ് ആയിട്ട് നടത്താം. ഒരിക്കലും ചെയ്യരുത്. അപ്പൊ ഇത് റിച്ച് ആയിട്ടുള്ള ആളുകൾക്ക് ബാധകമല്ല. ഇത് മിഡിൽ ക്ലാസ്സിൽ നിൽക്കുന്നവർ നിങ്ങളുടെ ലൈഫ് സ്റ്റക്ക് ആകാണ്ടിരിക്കാൻ വേണ്ടി ചെയ്യേണ്ട കാര്യമാണ്. ഇറ്റ്സ് ഹെൽപ്പ് മീ എ ലോട്ട്. കാരണം ആ പൈസ ഞാൻ കല്യാണത്തിന് മുന്നേ അല്ലെങ്കിൽ വീട് വെക്കാൻ വെച്ച പൈസ വെച്ചിട്ടാണ് ഞാൻ ബിസിനസ്സിലോ ഫാമിങ്ങിലോ ഒക്കെ ഇൻവെസ്റ്റ് ചെയ്തിരുന്നത്. അപ്പോൾ അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനും. ദാറ്റ് മണി മേക്സ് മണി എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? നമ്മൾ എത്രത്തോളം വർക്ക് ചെയ്താലും ആ വർക്ക് ചെയ്യുന്നത് കൊണ്ട് നമുക്കൊരു ഹ്യൂജ് എമൗണ്ട് ഒക്കെ മേക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് പോസിബിൾ. ആൻഡ് നമ്പർ 1 മിസ്റ്റേക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജോബിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നു. ജോബിനെ ഒരു സെക്യൂരിറ്റി ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ AI വരുന്നുണ്ട്, ഒരുപാട് ആളുകളുടെ ജോബ് പോകുന്നുണ്ട്. അപ്പോൾ സിംഗിൾ സോഴ്സ് ഓഫ് ഇൻകത്തിന് മാത്രമാണ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ സിംഗിൾ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ നമ്മളെ ലേ ഓഫിൽ നമ്മുടെ ജോലി പോയാൽ അപ്പോൾ നമ്മൾ അടുത്തത് എന്ത് ചെയ്യും? നമുക്ക് വേറെ ഓപ്ഷൻസ് ഇല്ല. നമ്മുടെ കംപ്ലീറ്റ് ഫാമിലി സ്റ്റക്കാവും. നമ്മുടെ ലൈഫ് സ്റ്റൈല് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു വഴിയും ഇല്ലാണ്ടിരിക്കും. അപ്പോൾ നമ്മൾ മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകത്തിൽ ഇൻവെസ്റ്റ് ചെയ്യണം. അത് നിങ്ങൾക്ക് ഫ്രീലാൻസിങ് ആയിട്ട് ജോബ് ചെയ്യാം, അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാം, ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാം, SIP, സ്റ്റോക്ക്, ക്രിപ്റ്റോ. ദർ ആർ ലോട്ട് ഓഫ് ഓപ്ഷൻസ് ആർ ദർ. പക്ഷെ ഇതിനെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ പുതിയ കാര്യങ്ങൾ പഠിക്കണം. മിഡിൽ ക്ലാസ് ചെയ്യുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കോളേജിന് ശേഷം, നിങ്ങളുടെ ആഫ്റ്റർ കോളേജ് അല്ലെങ്കിൽ ഒരു ജോലിക്ക് ശേഷം നിങ്ങൾ പുതിയ ഒരു കാര്യവും പഠിക്കില്ല. ഇൻ മൈ കേസ് ഞാൻ എന്റെ ലൈഫിൽ ഞാൻ ദുബായിൽ പോയി കഴിഞ്ഞ ശേഷമാണ് ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ്. അതിന് മുന്നേ എന്റെ കരിയർ അതിൽ തന്നെ ആയിരുന്നു. ബട്ട് സ്റ്റിൽ ഞാൻ അവിടെ നിന്ന് സർട്ടിഫിക്കറ്റ് എടുക്കുകയും ഡിജിറ്റൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഓൺലൈൻ ബ്രാൻഡിങ്ങിലൊക്കെ
പുതിയ കോഴ്സുകൾ പഠിച്ചത് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. എനിക്ക് സ്വന്തമായിട്ട് ഫ്രീലാൻസ് ആയിട്ട് വർക്കുകൾ എടുക്കാൻ പറ്റി. എനിക്ക് എന്റെ സ്വന്തമായിട്ട് എന്റെ കമ്പനി ലോഞ്ച് ചെയ്യാൻ പറ്റി. അപ്പോൾ നിങ്ങൾ പുതിയതായിട്ട് പഠിച്ചില്ലെങ്കിൽ, പുതിയ കാര്യങ്ങൾ പഠിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ലിറ്ററസി ഉണ്ടാകില്ല. അതേപോലെ ഹൗ ടു മാനേജ് മണി, മാർക്കറ്റിംഗ് എങ്ങനെ ചെയ്യണം, ഒരു ബിസിനസ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം, ഈ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് കോളേജിൽ നിന്ന് പഠിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് കോളേജിന് ശേഷം നിങ്ങൾക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. കോഴ്സ് പഠിക്കണമെങ്കിൽ മേ ബി യു ഹാവ് ടു ഇൻവെസ്റ്റ് മണി. അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റെഡ് ഓഫ് ബൈയിങ് ഐഫോൺ യു ക്യാൻ ഇൻവെസ്റ്റ് ദാറ്റ് മണി ഇൻ ലേണിംഗ് ന്യൂ സ്കിൽസ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് കാര്യം പർച്ചേസ് ചെയ്യുന്നത് ലോൺ ത്രൂ ആയിരിക്കും. EMI ഇല്ലാത്ത ഒരു കുട്ടികൾ പോലും ഇന്നില്ല. അത് നിങ്ങൾ ഒരു 30s ഒക്കെ കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളൊരു ഫോൺ വാങ്ങിയാലോ, നിങ്ങളൊരു കാർ വാങ്ങിയാലോ, വീട് വാങ്ങിയാലോ, ഈവൻ ഒരു ബെഡ്ഷീറ്റ് വാങ്ങിയാൽ പോലും EMI ഇടുന്ന കാലം. അപ്പോൾ അതിൻ്റെ അകത്ത് നിങ്ങൾ മെയിൻ ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്യൂച്ചർ സാലറിയാണ് നിങ്ങൾ EMI കൊടുക്കുന്നത്. അടുത്ത 5-10 വർഷം വെറുതെ EMI അടച്ച് തീരേണ്ടി വരും നിങ്ങളുടെ ലൈഫ്. അതേപോലെ തന്നെ നിങ്ങൾ മെയിൻ ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻഡ് നമ്മുടെ ഒരു സാലറിയിൽ കിട്ടുന്ന എമൗണ്ട് കറക്റ്റായിട്ട് സേവ് ചെയ്യുക, കറക്റ്റായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ പലരും പറയും ഞാൻ എൻ്റെ അക്കൗണ്ടിൽ ഇത്ര ലക്ഷം രൂപ ബാലൻസ് ഉണ്ട്, എനിക്ക് വലിയ കുഴപ്പമൊന്നും ഇല്ല എന്ന് പറയും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ അക്കൗണ്ടിൽ പൈസ സേവ് ചെയ്യുന്ന സമയത്ത് അത് ഒരിക്കലും ഗ്രോ ചെയ്തില്ല. നമ്മുടെ അക്കൗണ്ടിൽ കിടക്കുന്ന പൈസ, ഫോർ എക്സാമ്പിൾ ഒരു 10-100 വർഷത്തിന് മുന്നേ 17-20 രൂപയായിരുന്നു ഒരു പവൻ സ്വർണ്ണത്തിനുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഇന്നിപ്പോ ഒരു 10-50 വർഷത്തിന് ഇപ്പുറം നോക്കുവാണെങ്കിൽ 1 ലക്ഷത്തിനോളം അടുത്തായി. അപ്പോൾ അതേ രൂപ നിങ്ങൾ വിചാരിക്കുക, ആ 20 രൂപ ഒരു 100 വർഷങ്ങൾക്ക് മുന്നേ നിങ്ങൾ ബാങ്കിൽ ഇട്ട് വെച്ചിരുന്നെങ്കിൽ ഇന്ന് എടുക്കാൻ ചെന്ന് കഴിഞ്ഞാൽ അതുകൊണ്ട് ഒരു ചോക്ലേറ്റ് വാങ്ങാൻ പോലും പറ്റില്ല. പക്ഷെ യു ജസ്റ്റ് ഇമാജിൻ, അതേ 20 രൂപ വെച്ചിട്ട് നിങ്ങൾ 1 പവൻ ഗോൾഡ് വാങ്ങിയിരുന്നെങ്കിൽ അതിന്ന് മൾട്ടിപ്പിൾ ആയി എത്ര ടൈംസ്, 1000 ടൈംസ് അല്ലെങ്കിൽ 10,000 ടൈംസ് ഇന്നത് 1 ലക്ഷം രൂപയോളം ആയിട്ടുണ്ട്. ദാറ്റ്സ് കോൾഡ് ഇൻവെസ്റ്റ്മെന്റ്. അപ്പൊ നിങ്ങൾ എന്തിലെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടോ? അപ്പോൾ അതിനുള്ള ക്ലാരിറ്റി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാത്രമേ അത് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മുടെയൊക്കെ മിസ്റ്റേക്സ് എന്താ? ഒരു മിഡിൽ ക്ലാസ് ആയി നിൽക്കുമ്പോൾ നമ്മൾ ആദ്യം സ്പെൻഡ് ചെയ്യും. നമ്മൾ വീട്, സാധനങ്ങൾ വാങ്ങിക്കും, ഫുഡ്, ബാക്കിയുള്ള കാര്യങ്ങൾ, ഡ്രസ്സ്, ഫോണ്, എല്ലാ എക്സ്പെൻസിനും ശേഷം മാത്രം എന്തെങ്കിലും ഉണ്ടെങ്കിൽ മിച്ചം പൈസ കൊണ്ടുവന്ന് നമ്മൾ എന്ത് ചെയ്യും? ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യും. പക്ഷെ അതുകൊണ്ട് ഒരിക്കലും നമുക്ക് ഗ്രോ ചെയ്യാൻ പറ്റില്ല. യു ഹാവ് ടു സ്റ്റാർട്ട് ഇൻവെസ്റ്റിംഗ് യുവർ മണി. സോ ഇൻ കേസ് എന്റെ കേസിൽ ഞാൻ വരുന്ന സമയത്ത് എന്റെ ദുബായിൽ നിന്നുള്ള സേവിങ്സും ബ്രിട്ടൻ വന്ന സമയത്ത് അച്ഛൻ ഹെൽപ്പ് ചെയ്ത് പൈസയൊക്കെ ആയിട്ടാണ് ഞാൻ എന്റെ മാർക്കറ്റിംഗ് കമ്പനി സ്റ്റാർട്ട് ചെയ്തത്. സോ അത് മാത്രമല്ല, അതേപോലെ തന്നെ ബേസിക് ആയിട്ട് എനിക്ക് ഉണ്ടായിരുന്ന ഒരു സ്കിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ വഴി പാരമ്പര്യമായിട്ട് കിട്ടിയ ഫാമിംഗ്, കുരുമുളക്, ഏലക്കയൊക്കെ ഫാം ചെയ്യാനുള്ള ഒരു സ്കില്ലും എനിക്കുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? അപ്പോൾ മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് കിട്ടിയ ഒരു സർട്ടൻ എമൗണ്ട് ഓഫ് മണി ആ ഫാമിങ്ങിലും അല്ലെങ്കിൽ ലാൻഡ് ലീസിന് എടുത്തൊക്കെ അതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്തു. നൗ ഐ എം ജനറേറ്റിംഗ് മണി ഫ്രം ദെയർ. അതേപോലെ തന്നെ Airbnb, ഓയോ, നിങ്ങൾക്ക് എന്ത് രീതിയിലേക്ക് നിങ്ങൾക്ക് മണി ഇൻവെസ്റ്റ് ചെയ്യുന്ന കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് വേണ്ടി പൈസ ജനറേറ്റ് ചെയ്ത് തരും. നിങ്ങളൊരു ഫിനാൻഷ്യൽ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകം വന്നു തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ വീട് വാങ്ങാം. ബിക്കോസ് ആ ടൈം നിങ്ങളുടെ സാലറിയിൽ നിന്ന് എടുത്തിട്ട് നിങ്ങൾക്ക് ലോൺ ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് കിട്ടുന്ന പ്രോപ്പർട്ടിയുടെ റെന്റ് എടുത്തിട്ട് നിങ്ങൾക്ക് ലോൺ അടയ്ക്കാൻ പറ്റും. അതേപോലെ തന്നെ നമ്മുടെ മിഡിൽ ക്ലാസിന്റെ ഒരു മെയിൻ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോർട്ട് ടൈം തിങ്കിങ് ആണ്. നമ്മൾ അടുത്ത ദിവസത്തേക്ക് എന്ത് ചെയ്യാം എന്നുള്ള കാര്യം മാത്രമേ നമ്മുടെ പ്ലാൻസിൽ ഉണ്ടാകത്തുള്ളൂ. പക്ഷെ നിങ്ങൾ പൃഥ്വിരാജിന്റെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടോ? അടുത്ത 5 വർഷത്തിനപ്പുറം ഞാൻ എന്തായിരിക്കണം? ഞാനൊരു പ്രൊഡ്യൂസർ ആയിരിക്കണം, കേരളത്തിൽ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യ അറിയപ്പെടുന്ന ഒരു നടനായിരിക്കണം. അങ്ങനെ ലോങ് ടൈമിലേക്ക് നിങ്ങൾക്ക് തിങ്ക് ചെയ്യാൻ പറ്റണം. അല്ലെങ്കിൽ എനിക്കൊരു 5 വർഷം കഴിയുമ്പോൾ എനിക്ക് സ്വന്തമായിട്ടൊരു കമ്പനി ഉണ്ടാകണം. എന്റെ കമ്പനിയിൽ ഒരു 50ഓളം അല്ലെങ്കിൽ 100ഓളം അല്ലെങ്കിൽ 5000ഓളം ആളുകൾ വർക്ക് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾക്ക് തിങ്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ദെൻ യു വിൽ ബി സക്സസ്ഫുൾ. അപ്പോൾ ഇത് മാത്രമല്ല, കാൽക്കുലേറ്റഡ് റിസ്ക്. മിഡിൽ ക്ലാസിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു റിസ്ക് എടുക്കാനുള്ള ഒരു ശേഷിയില്ലായ്മ. കാരണം നമുക്ക് എല്ലാത്തിനെയും പേടിയാണ്. എല്ലാത്തിനെയും പേടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലി രാജിവെച്ച് പുതിയൊരു ജോലിയിലേക്ക് പോകാൻ പേടിയാണ്, അല്ലെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങാൻ പേടിയാണ്. അപ്പോൾ ഫാമിലീസും ആരോട് ചോദിച്ചാലും അച്ഛനും അമ്മയും എല്ലാവരും പറഞ്ഞു, മോനെ വേണ്ട, അത് ബിസിനസ്സോ അത് നിനക്കറിയില്ല, നിനക്ക് അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പഠിച്ചാൽ പറ്റും. കാൽക്കുലേറ്റഡ് റിസ്ക് എന്ന് പറഞ്ഞൊരു ഫാക്ടർ ഉണ്ട്, കാൽക്കുലേറ്റഡ് റിസ്ക് ഉണ്ട്. അതെന്താ? ഫോർ എക്സാമ്പിൾ പറഞ്ഞു തരുവാണ്. ഇപ്പൊ റീസെന്റ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ വൈറലായിട്ടുള്ള ചായ കപ്പിൾസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടീംസ് ഉണ്ട്. അപ്പൊ അവര് കാനഡയിൽ വർക്ക് ചെയ്തിരുന്നതാണ്, അതേപോലെ തന്നെ അയർലൻഡിലോ എന്നൊക്കെ തിരിച്ചു വന്നിട്ടാണ് അവരുടെ കയ്യിലിരുന്ന സേവിങ്സ്, അത് ഒരുപാട് രൂപയൊന്നുമില്ല, 1000-2000 രൂപ വെച്ചിട്ടാണ് അവർ ഈ പറഞ്ഞ ഓൺലൈൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. ഓൺലൈൻ അല്ല, അവര് ഇൻസ്റ്റാഗ്രാം ത്രൂ അവരുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത്. അപ്പോൾ അതിന്റെ അകത്തേക്ക് ആ റിസ്ക് എടുക്കുക, അല്ലെങ്കിൽ പബ്ലിക്കിലേക്ക് വന്നിട്ട് ആ ചായ വിൽക്കുക, അല്ലെങ്കിൽ ആ ബണ്ണ് വിൽക്കുക എന്നുള്ള ആ കറേജസ് ഉണ്ടല്ലോ, അത് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ, ആ റിസ്ക് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സക്സസ്ഫുൾ ആവാൻ പറ്റും. ഇന്നത്തെ തലമുറയ്ക്ക് ഏറ്റവും പറ്റുന്ന ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് റിസ്ക് എടുക്കാൻ തയ്യാറല്ല. അതേപോലെ ഈ കാൽക്കുലേറ്റഡ് റിസ്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലൈഫിൽ സക്സസ്ഫുൾ ആവാൻ പറ്റും. ലോൺ എടുത്തിട്ട് നമ്മൾ ലയബിലിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യും. നിങ്ങൾ കാർ വാങ്ങും, വീട് വാങ്ങും. പക്ഷെ ലോൺ എടുത്തിട്ട് നിങ്ങൾ എപ്പോഴെങ്കിലും അസറ്റ്സിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടോ, റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടോ, നിങ്ങൾ റെന്റൽ പ്രോപ്പർട്ടീസിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടോ? ബിക്കോസ് ദാറ്റ് മേക്ക് മണി ഫോർ യു. അല്ല നിങ്ങൾ പുതിയ വലിയ വീട് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ EMI അടിച്ച് മടക്കും. അല്ലെങ്കിൽ അതേ വീടിന് തന്നെ നിങ്ങൾ കറന്റ് ബിൽ അടച്ച് മടുക്കും. അപ്പോൾ അത് ഐഡന്റിഫൈ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റി. അപ്പം നിങ്ങൾ അസറ്റ്സ് ബിൽഡ് ചെയ്യാൻ നോക്കുക, ഇൻവെസ്റ്റ് ചെയ്യുക, ദെൻ യുവർ ലൈഫ് വിൽ ബി സക്സസ്ഫുൾ.
അപ്പോൾ ലാസ്റ്റ് ഞാൻ ഈ പറഞ്ഞ 2022 തിരിച്ചു വന്ന ശേഷം ഒരുപാട് അപ്പ് ആൻഡ് ഡൗൺസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബട്ട് സ്റ്റിൽ ഐ ഫീൽ കോൺഫിഡന്റ് അബൌട്ട് മൈസെൽഫ്. അതേപോലെ തന്നെ ഈ ഞാൻ റിച്ച് ഡാഡ് പൂർ ഡാഡ് എന്ന് പറഞ്ഞൊരു ബുക്ക് വായിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ അകത്ത് ഈ പലപ്പോഴും പുള്ളി പറയുന്ന ഒരു കാര്യമുണ്ട്, മണി ഈസ് ഡെബിറ്റ്, കടമാണ്. പൈസ എന്ന് പറയുന്നത് പേപ്പറിന്റെ വാല്യൂ ഉള്ളൂ. യു ഹാവ് ടു ഫൈൻഡ് ദ റിയൽ മണി ലൈക്ക് ഗോൾഡ്, ഇൻവെസ്റ്റിംഗ് ലാൻഡ്, പശു എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിയുടെ ബുക്കുണ്ട്, നിങ്ങൾ വായിച്ചു നോക്കാൻ പറ്റുമെങ്കിൽ ചെയ്ത് നോക്കുക. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് വേറൊന്നുമില്ല, നിങ്ങളൊരു 9 to 5 ഒരു 10-30 വർഷം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും റിച്ച് ആകാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിച്ച ഒരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്താൻ പറ്റത്തില്ല. അത് നമ്മളിപ്പോൾ അടുത്ത് 10-30 വർഷമോ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്തേക്കാം. നിങ്ങൾക്ക് ഒരു 10-50,000 രൂപ സാലറി ഉണ്ടെന്നുണ്ടെങ്കിൽ 50,000 രൂപ ഫുൾ ആയിട്ട് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വർഷം 5-6 ലക്ഷം രൂപ സേവ് ചെയ്യാം. ഈ 10 വർഷത്തേക്ക് നിങ്ങൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് 60 ലക്ഷം രൂപയാണ്. അത് ഈ ഫുൾ ഒരിക്കലും ഒരാളെ കൊണ്ട് സേവ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾക്കൊരു കോടിപതി ആകണമെന്നുണ്ടെങ്കിൽ, ആ കോടിപതി എന്നല്ല, നിങ്ങൾക്കൊരു ഫിനാൻഷ്യൽ ഫ്രീ സ്റ്റാറ്റസിലേക്കൊക്കെ എത്തണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആഗ്രഹിച്ച കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകം നിങ്ങളുടെ ലൈഫിലേക്ക് വരേണ്ടി വരും. അപ്പൊ അതിന് നിങ്ങൾക്ക് ഫ്രീലാൻസിംഗ് ആയിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാം, കോഡിംഗ് പഠിക്കാം, വീഡിയോ എഡിറ്റിംഗ് പഠിക്കാം, ഇൻഫ്ലുവൻസർ ആകാം, സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാം, റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അതേപോലെ ഒരുപാട് ഓപ്ഷൻസ് നിങ്ങളുടെ മുന്നിലുണ്ട്. നിങ്ങളെ ആകെ നിങ്ങളെ ബ്ലോക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മൈൻഡ് സെറ്റ് ആണ്, എനിക്കിത് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ സൊസൈറ്റി എന്ന് വിചാരിക്കും. അങ്ങനെ വിചാരിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും മുന്നോട്ട് വരാൻ പറ്റില്ല. അതുപോലെ തന്നെ സ്റ്റോപ്പ് ബ്ലെയിമിങ് അതേഴ്സ്. നമുക്ക് അച്ഛൻ അത് ചെയ്തു തന്നില്ല, അമ്മ അത് ചെയ്തു തന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ മന്ത്രിമാർ അല്ലെങ്കിൽ അവർ എനിക്ക് വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റീസ് ഇവിടെ ചെയ്തു തരുന്നില്ല, ഒന്നുമില്ല. നിങ്ങൾക്കുള്ള ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാനുള്ള സ്പേസ് ഇന്നും ഇവിടെ അവൈലബിൾ ആണ്. സോ നിങ്ങൾ മുന്നോട്ട് വരിക, നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. അപ്പൊ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഒരു 30s ഉള്ള ആളുകൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവും. ആൻഡ് ഇഫ് ഈ വീഡിയോ ചെയ്യുന്ന കുട്ടികൾ, ഒരു സ്കൂളൊക്കെ കഴിഞ്ഞ് കോളേജിലേക്കൊക്കെ വരുന്ന കുട്ടികൾ, ഉറപ്പായിട്ടും നിങ്ങളുടെ ലൈഫിൽ ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കുക, പുതിയ കാര്യങ്ങൾ പഠിക്കുക. സ്റ്റെപ്പ്